ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു ആൻഡ് ടെയിൽസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി എരിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഒക്കെ പെട്ടെന്ന് പോയി കണ്ടിട്ട് വരാം. ആദ്യമേ നമുക്കൊരു 1.5 കപ്പോളം വൻപയർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഒരു 2 മണിക്കൂറെങ്കിലും ഒരു മിനിമം നമ്മൾ സോക്ക് ചെയ്ത് വെച്ചേക്കണം. പിന്നെ കുറച്ച് മത്തങ്ങയും ചേനയും പച്ചമുളകും വാഴയ്ക്കയും എല്ലാം സ്ക്വയറായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് നമുക്കൊരു അരമുറി തേങ്ങ എടുക്കാം. പിന്നെ നമുക്ക് അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലോട്ട് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 3/4 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ നമുക്കൊരു 4-5 അല്ലി വെളുത്തുള്ളിയും എരിവിനനുസരിച്ച് കുരുമുളകും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. പിന്നെ നമുക്ക് കടുക് വറക്കാനായിട്ട് കുറച്ചൊരു 4 ടേബിൾ സ്പൂണോളം തേങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. വറ്റൽ മുളക്, കറിവേപ്പില, ഒരു 1.5 ടേബിൾ സ്പൂൺ ഉഴുന്ന്. ഇനി നമുക്ക് കുക്കർ എടുത്തിട്ട് നേരത്തെ കുതിർത്ത് വെച്ച വൻപയർ ഇട്ട് കൊടുക്കാം. എന്നിട്ട് അതിലോട്ട് മത്തങ്ങ എല്ലാം കൂടെ ചേർന്നിട്ടുള്ള ആ കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഒരു 1/2 ടീസ്പൂണോളം തന്നെ മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കറിവേപ്പിലയും പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ഒരു 3 വിസിൽ വരുന്നവരെ അടിച്ചെടുക്കാം. അങ്ങനെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് നേരത്തെ അരപ്പ് ചൊന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇത് തിളയ്ക്കുന്ന ടൈം കൊണ്ട് നമുക്കിനി കടുകിൻ്റെ പരിപാടിയൊക്കെ ഒന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാൻ എടുക്കണം. അതിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ നമുക്ക് അതിലോട്ട് വറ്റൽ മുളകും കറിവേപ്പിലയും കുറച്ച് ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇത് ഒരു ബ്രൗൺ കളർ ആവുന്നവരെ ഇളക്കി കൊടുക്കാം. അങ്ങനെ ഉഴുന്നെല്ലാം ഇച്ചിരി കളർ മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടെ ഇട്ട് കൊടുക്കാം. തേങ്ങ ഇത്തിരി ബ്രൗൺ കളർ ആവുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ഇതെല്ലാം നന്നായിട്ട് ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട്. നമുക്ക് ഈ കറിയിലോട്ട് ഈ താളിപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അങ്ങനെ നമ്മുടെ എരിശ്ശേരി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കഞ്ഞിയുടെ കൂടെ ആയാലും ചോറിൻ്റെ കൂടെ ആയാലും നമുക്ക് കൂട്ടാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ.